ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എന്താണ് തിരുവചനാധിഷ്ഠിത പ്രവചനം? ആരാണ് കള്ളപ്രവാചകൻ? ഇതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് പഴയ നിയമ തിരുവെഴുത്തുകളിൽ കള്ളപ്രവാചകന്മാർക്ക് അതികഠിനമായ ശിക്ഷ? നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ള ഏറ്റവും മാക്സിമം ശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകുവാൻ എന്താണ് കാരണം? ഇതിന് മറുപടി ഇതാണ്. ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ തിക്തഫലങ്ങൾ ആ വ്യക്തി മാത്രം അനുഭവിച്ച് തീർത്താൽ മതി. ഒരു സാധാരണ വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സാധാരണഗതിയിൽ അതിൻ്റെ തിക്തഫലങ്ങൾ ആ വ്യക്തി മാത്രം അനുഭവിച്ച് തീർത്താൽ മതി. ഇനി അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ മകനോ അല്ലെങ്കിൽ ഭാര്യയോ അമ്മയോ അതിനപ്പുറത്തേക്ക് ആ തെറ്റിൻ്റെ അനന്തരഫലങ്ങൾ പോയി എന്ന് വരികയില്ല. എന്നാൽ ദൈവമുമ്പാകെ നിൽക്കുന്നു എന്ന് ജനം വിശ്വസിക്കുന്ന ഒരാൾ, ഒരു പ്രവാചകൻ, ഒരു തെറ്റ് ചെയ്താൽ അഥവാ ദൈവം പറയാത്തൊരു കാര്യം അരുളി ചെയ്തു, ദൈവം അരുളി ചെയ്യാത്തൊരു കാര്യം അരുളി ചെയ്തു എന്ന നിലയിൽ ജനത്തോട് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഒരു ജനതയെ മുഴുവൻ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? ദൈവം പറയാത്തൊരു കാര്യം പ്രവാചകൻ ഒരു ജനത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഭാവികാല പ്രത്യാഘാതങ്ങൾ ഒരു ജനത മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഒരു ജനതയെ മുഴുവൻ നശിപ്പിക്കുവാൻ, നിത്യനാശത്തിലേക്ക് വിടുവാൻ ആ പ്രവാചകൻ്റെ വാക്കുകൾ കഴിയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഴയ നിയമ ചരിത്രത്തിൽ നിന്നും നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. പഴയ നിയമ ഇസ്രായേൽ ജനത തങ്ങളുടെ 40 വർഷം നീണ്ട മരുഭൂപ്രയാണത്തിൻ്റെ അവസാന ലാപ്പിലേക്ക്, അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയിരിക്കുന്നു. അവർക്ക് ഏതാണ്ട് സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അവർക്ക് നോക്കിയാൽ കനാൻ നാട്, അവരെ പാലും തേനും ഒഴുകുന്ന അവരുടെ പിതാക്കന്മാരുടെ വാഗ്ദത്തം ചെയ്ത കനാൻ നാട് നമുക്ക് അവർക്ക് ദൂരെ നോക്കിയാൽ കാണാം. അത്ര കയ്യെത്തും ദൂരത്തായിരിക്കുമ്പോൾ അവരൊരു സംഭവം നടക്കുന്നു. ഈ ബെയോരിൻ്റെ മകനായ ബിലയാം എന്ന ഒരു പ്രവാചകൻ ഒരു ദുരന്തമായി അവരുടെ ഇടയ്ക്കിലേക്ക് കടന്നു വരുന്നു. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. എന്നാൽ ഈ പ്രവാചകൻ ശത്രുവിൻ്റെ പണമൊക്കെ വാങ്ങി ഒത്തിരി ശ്രമിച്ചിട്ടും ഈ ജനത്തിന് ദോഷവും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ബാലാക്ക് രാജാവ് ഈ ജനത്തെ ശപിക്കുവാൻ വേണ്ടിയാണ് ഈ പ്രവാചകനെ ചട്ടം കെട്ടുന്നത്. പക്ഷേ ശപിക്കുന്നതിന് പകരം അനുഗ്രഹിക്കേണ്ടി വന്നു. അങ്ങനെ കാരണം ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ ഇസ്രായേലിനോട് ഉണ്ടായിരുന്നതുകൊണ്ട് ബാഹ്യമായ ഒരു ശക്തിക്കും അവരെ തകർക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. പ്രത്യേക പ്രൊട്ടക്ഷനുള്ള ജനവിഭാഗമായതുകൊണ്ട് പിന്നീട് ഈ ബിലയാം ശപിക്കുന്നത് പോലെ അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലൊക്കെ കാണുവാൻ കഴിയും. എന്നാൽ ഈ ദ്രവ്യാഗ്രഹം ഉള്ളിൽ കയറിയ ഈ പ്രവാചകൻ അവസാനം കാശൊക്കെ മേടിച്ചു പോയില്ലേ, ബാലാക്ക് രാജാവിന് ഉപദേശം കൊടുത്തിട്ട് പോയി. അന്നത്തെ അതേ സാഹചര്യമാണ് ഇന്ന് പുതിയ നിയമസഭയിലും ഉള്ളത്. അതെന്തായിരുന്നു ആ ഉപദേശമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യത്തിലൊക്കെ അത് കൃത്യമായിട്ട് അന്ന് കൊടുത്ത ഉപദേശത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ പുതിയ നിയമസഭയ്ക്കും അത് ബാധകമായതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 14 വരെ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ 20 തലയുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നത്, എങ്കിൽ നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ അവിടെ നടന്നത് എന്നാന്ന് ചോദിച്ചാൽ ഈ ശപിക്കാനൊന്നും പറ്റിയില്ല. സംഖ്യാപുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശപിക്കുന്നവർ അനുഗ്രഹിക്കേണ്ടി വന്നു. പുറത്തുനിന്ന് ഒരു ശക്തിക്കും ബാഹ്യമായ ഒരു ശക്തിക്കും ഇസ്രായേലിനെ തകർക്കാൻ സാധിക്കില്ല. 2, ഒരു പ്രവാചകനെ ദൈവം അതെല്ലാം വിലക്കി. അങ്ങനെ ബിലയാം ശപിക്കുന്നവരെ അനുഗ്രഹിച്ചു. എന്നാൽ പിന്നീട് നമ്മൾ അവിടെ നടന്നൊരു ദുരന്തത്തെപ്പറ്റി സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ ചരിത്രരേഖ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. സംഖ്യ 25-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ ശെത്തിമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്നു.
യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു, ബാധ കൊണ്ട് മരിച്ചുപോയവർ 20,000 പേർ. സംഭവം ഇതാണ്. ഏതായാലും ശപിക്കാനൊന്നും പറ്റിയില്ല. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളിങ്ങനെ ഇവരെ വ്യഭിചാരത്തിന് പ്രേരിപ്പിച്ചാൽ മതി, കുറേ സ്ത്രീകളെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് അവരെ എങ്ങനെയെങ്കിലും മലിനപ്പെടുത്തുക. ഏതായാലും കൊള്ളാം, ഈ വ്യഭിചാരം വന്ന പാവത്തിൽ ഇവർ വീണു, അവർ ബാലിന് ബലിയർപ്പിച്ചു. അങ്ങനെ ഏതായാലും ചുരുക്കം പറഞ്ഞാൽ അവരക്ഷരികമായി വ്യഭിചാരത്തിലേക്ക് അവർ പോയി. അങ്ങനെ ഏതാണ്ട് 20,000 പേര് വാഗ്ദത്ത നാടിൻ്റെ കണ്ണത്തും ദൂരത്ത് വാഗ്ദത്ത നാട് കണ്ടവർ, നമ്മൾ ഏതാണ്ട് അതേ സാഹചര്യത്തിൽ നിൽക്കുന്നവരാണ്. കണ്ടവർ 20,000 പേര് നശിച്ചു പോയി. ഇതാണ് അവിടെ നിന്ന് സംഭവിച്ചത്, ഈ ബിലയാം എന്ന പ്രവാചകൻ നിമിത്തം ഉണ്ടായത്. ഇന്നത്തെ സാഹചര്യത്തിലും വ്യത്യസ്തമല്ല. ഇന്ന് നമ്മളും അത് വെളിപ്പാട് പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ കാരണം, ഇന്നത്തെ പ്രവാചകന്മാർക്കും ആത്മീയ വ്യഭിചാരത്തിലേക്ക് വിശ്വാസത്തെ നയിക്കുവാൻ കഴിയും. കാരണം ക്രിസ്തു എന്ന ഏകപുരുഷൻ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന വിശുദ്ധന്മാരെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഏകസത്യ ദൈവത്തിൽ നിന്നും നമ്മൾ വഴിതിരിഞ്ഞു പോയാൽ, നമ്മൾ ദൈവവചന ഉപദേശങ്ങളോട് യോജിക്കാത്ത ഉപദേശങ്ങളിലേക്ക് പോയാൽ അതിനെ വ്യഭിചാരമെന്ന് പറയാം. ഒരു ഭർത്താവുള്ള സ്ത്രീയെ മറ്റൊരു ഭർത്താവിനോട് ചേർന്ന് കഴിഞ്ഞാൽ, മറ്റൊരു പുരുഷനോട് ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ വ്യഭിചാരമെന്നാണ് പറയുന്നത്. അപ്പം കൃത്യമായ ഉപദേശമുള്ള ദൈവജനം മറ്റൊരു വിരുദ്ധ ഉപദേശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ആത്മീയ വ്യഭിചാരമെന്ന് പറയാം. അപ്പം തീർച്ചയായിട്ടും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ചത് നമുക്കും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നിയമത്തിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയരെ, സത്യദൈവത്തിന് നമ്മളെ അകറ്റുന്ന ഉപദേശം പറയുന്നവർ യഥാർത്ഥത്തിൽ ജനത്തെ ആത്മീയ വ്യഭിചാരത്തിലേക്ക് നയിക്കുകയാണ്. തിരുവഴുതി പ്രകാരം പറയുന്നുണ്ട് 11-ാം അധ്യായത്തിൽ, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് എഴുതിയാണ്, എന്നാൽ സർപ്പം ഉപായത്താൽ നിങ്ങളെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോയാൽ വ്യഭിചാരത്തിലേക്ക് പോകും. അപ്പം തീർച്ചയായിട്ടും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് മറ്റു പലതിലേക്കും, ലോകമോഹങ്ങളിലേക്ക്, ലോകം കാണിക്കുന്ന മോടികളിലേക്കും മനുഷ്യനെ ആകർഷിക്കുവാൻ നമുക്കിടയിലുള്ള പ്രവാചകന്മാർക്ക് കഴിയും. നമ്മുടെ സ്റ്റാർ പ്രസംഗകർക്കും പ്രവാചകന്മാർക്കും ജനത്തെ നന്നായി സ്വാധീനിക്കാൻ കഴിയും. അതൊരു സത്യം തന്നെയാണ്. ഒരു പക്ഷെങ്കിൽ എഴുത്തുകാർക്കൊക്കെ, ഞങ്ങളെപ്പോലുള്ള എഴുത്തുകാർക്കൊക്കെ ഉള്ളതിനേക്കാൾ എല്ലാം കൂടുതൽ സ്വാധീനം ഒരു പക്ഷെങ്കിൽ താരമൂല്യമുള്ള, ജനമേറെ വിശ്വസിക്കുന്ന ഈ പ്രവാചകന്മാർക്കും സ്റ്റാർ പ്രസംഗർക്കും കഴിയും. എന്നാൽ ആത്മാവ് കൊണ്ട് ശുശ്രൂഷ ആരംഭിച്ച അവർ ചിലരെങ്കിലും സ്തുതിപാടുകളുടെ എണ്ണം കൂടിയപ്പോൾ അവരെ വേലയ്ക്ക് വിളിച്ച ദൈവത്തെ മറക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. തീർത്തും വേദനാജനകമാണത്. അവർക്ക് ദൈവവചനം ധ്യാനിക്കുവാൻ സമയമില്ല. ജനം അവരുടെ പ്രസംഗം കേട്ട് കോരിത്തിരിക്കണം, അതുമാത്രമേ ആഗ്രഹമുള്ളൂ. വേദപുസ്തകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ തിരുവചനത്തിൽ ഉണ്ട് എന്ന വ്യാജേന അവർ നിരന്തരം അവതരിപ്പിക്കുന്നു. ഇനി യാദൃശ്യമായിട്ട് തെളിവ് സഹിതം പിടിക്കപ്പെട്ടാൽ ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണെന്നോ, നാക്കുപിഴ വന്നതാണെന്നോ, അല്ലെങ്കിൽ നമ്മുടെ റാന്നിയിലെ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ വ്യാഖ്യാനത്തിൽ വന്ന പെശ കാണുന്നോ ഒക്കെ പറഞ്ഞ് അങ്ങ് കൈ കഴുകും. സത്യത്തിൽ ഇവരൊന്നും നന്നായിട്ട് ആത്മാർത്ഥമായിട്ടൊന്നും കൈ എഴുതുന്നതല്ല. ചിലട്ടെ ആത്മീയമായ ലക്ഷ്യം, സാമ്പത്തികമോ നമുക്കെല്ലാം അറിയാം. പക്ഷേ അപ്പോഴേക്കും ഇവരിപ്പോൾ ഒരു പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഒരു ക്ഷമാപണം നടത്തി കാര്യം നടത്തും, ഒരു ജനത്തെ പിന്നെയും കയ്യിലെടുക്കും. പക്ഷേ അന്നേരത്തേക്ക് ഇവർ പറയുന്ന കാര്യം ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങളെ സ്വാധീനിച്ച് കഴിയും. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? പണ്ട് പല പ്രവാചകന്മാരും പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അവർ വേണമെങ്കിൽ ഒരു പത്രക്കുറിപ്പ് എഴുതും, അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് ഇടും, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. പക്ഷെ അവരുടെ പ്രസംഗം ആയിരക്കണക്കിന് 10,000-കണക്കിന് പേര് അപ്പോഴേക്ക് കേട്ട് കഴിയും. പിന്നെ അവരുടെ ഈ ക്ഷമാപണമൊന്നും ആരും കേൾക്കണം നിർബന്ധമില്ല. അപ്പോഴേക്കും ആ ജനത്തെ അതിനെ സ്വാധീനിക്കുവാൻ അവർക്ക് കഴിയും. ഇതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പഴയ നിയമത്തിൽ ഈ കള്ളം പറയുന്ന, അല്ലെങ്കിൽ ദൈവാത്മാവ് പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ജനത്തെ വശീകരിക്കുന്ന ജനത്തോട് പ്രവാചകന്മാർ ക്ഷമിക്കാതെ, അവർ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അതികഠിനമായ ശിക്ഷ തന്നെ കൊടുത്തത്.
അപ്പോൾ തീർച്ചയായിട്ടും ദൈവം ഈ വിഷയത്തിൽ അന്ന് അക്ഷരീയമായ മരണശിക്ഷ കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ദൈവജനം പ്രവചനന്മാരെല്ലാം ശോധന ചെയ്യണം. അവർ ദൈവജനപ്രകാരമാണോ സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ദൈവജനപ്രകാരമാണെങ്കിൽ മാത്രമേ ഉൾക്കൊള്ളാവുള്ളൂ. മുൻകൂർ ഞാൻ ഒരു പ്രാവശ്യം പറയുന്നു, പ്രവാചകൻ സംസാരിക്കുമ്പോൾ ദൈവമല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, പ്രവാചകനിൽ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. അഭിഷേകം ചെയ്തതിന് ശേഷം പ്രവാചകൻ അത് റിപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാതെ ഒരു വാക്യം പോലും വേദോസിലില്ല. അതുകൊണ്ട് പ്രവാചകനെ ദൈവം ബാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രവാചകൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൈകൂപ്പി നിൽക്കേണ്ട ആവശ്യമില്ല, ദൈവമുമ്പാകെ നിൽക്കുന്നവർ നിൽക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ ദൈവമല്ല, പ്രവാചകൻ ഒരു ശുശ്രൂഷ ചെയ്യുക മാത്രമാണ്. അതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി ന്യായമായ അറിവ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് അടുത്ത അധ്യായങ്ങൾ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.